സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. തിരുസഭയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് കർദിനാൾമാരുടെ കോൺക്ലേവ് തുടങ്ങുന്ന ഈ ആഴ്ചയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മനോഭാവം തിരുസഭയിൽ നിലനിർത്താം. നമുക്കറിയാം, യേശു ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു, സ്വർഗത്തിൻ്റെ അധിപതിയായിരുന്നു. ആകാശവും ഭൂമിയും കാണപ്പെടുന്നവയും കാണപ്പെടാതെല്ലാം സൃഷ്ടിച്ച എല്ലാ അധികാരമുള്ള ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ഈശോ. അതെല്ലാം വിട്ടിട്ടാണ് ഇപ്പോൾ ഫിലിപ്പിയർ 2 പറയുന്നത് പോലെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ ഏറ്റവും ദരിദ്രനാകുന്ന ഒരു അടിമയെ പോലെ ആയിത്തീർന്നു ഈ ഭൂമിയിൽ. മനുഷ്യരായ നമ്മളെ രക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ തിന്മയോട് പോരാടി ജയിക്കുവാനായിട്ട് യേശു ഭൂമിയിൽ ഏറ്റവും ദരിദ്രനായിട്ടാണ് ജനിച്ചത്. ദാരിദ്ര്യവ്രതം നമുക്കറിയാം, എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു ദാരിദ്ര്യം. സമ്പന്നനായിരുന്ന പലരും അത് വേണ്ട എന്ന് വെച്ചാണ് ദാരിദ്ര്യത്തെ പുൽകിയവരാണ് അനേക വിശുദ്ധർ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അനേകര് സമ്പത്തിന്റെ കൊടുമുടിയിൽ നിന്ന് അത് വേണ്ടാന്ന് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കിട്ടാനിരുന്ന, സ്വന്തമാക്കാൻ സാധ്യമായിരുന്ന വലിയ കുടുംബത്തിന്റെ സ്വത്തും ഒക്കെയും അതിൽ തിന്മയുണ്ട്, അതിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ അത് നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യം പൗലോസ്ലീഹ തൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായ തിമോത്തിയോട് ആ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. 1 തിമോത്തി 6 അധ്യായം 6 ഇങ്ങനെ പറയുന്നുണ്ട്: ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കേണ്ടതാണ്. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ഒരു മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ടാണ് മാർപ്പാപ്പായ കഴിഞ്ഞപ്പോൾ കൊട്ടാര തുല്യമായ ആ വാസമൊക്കെ ഉപേക്ഷിച്ചിട്ട് സാധാരണ അപ്പാർട്ട്മെന്റ് ടൈപ്പിലേക്ക് ഇറങ്ങി വന്ന എല്ലാവരുടെയും ഇടയിൽ താമസിക്കാൻ, അല്ല ശവസംസ്കാരം പോലും സാധാരണ മനുഷ്യരുടെ ഇടയിൽ വത്തിക്കാൻ എന്ന കത്തോലിക്ക രാജ്യമെന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുറത്താണ്. ജെറുസലേമിൻ്റെ പുറത്തേക്ക് യേശുവിനെ വലിച്ചിഴച്ചുകൊണ്ടുപോയി. ജെറുസലേമിൻ്റെ ഉള്ളിലല്ല, അവൻ ജെറുസലേമിൻ്റെ പുറത്താണ് വധിക്കപ്പെട്ടത്. അവന് സംസ്കരിക്കപ്പെട്ടത് നമുക്കറിയാം. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, യേശു ദരിദ്രനായിട്ട് ജീവിച്ചു, പക്ഷേ അവന് പാപികളെ രക്ഷിക്കാൻ വന്നവനായതുകൊണ്ട് ദാരിദ്ര്യത്തിൽ ജീവിച്ചിട്ട് അവൻ തിന്മയോട് പോരാടി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ദാരിദ്ര്യ വ്രതമെടുത്തുകൊണ്ട് അവൻ ദരിദ്രനായിട്ട് ജീവിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ സമ്പന്നരായി പാപത്തിൽ മരിച്ചുപോയ അനേകരെ വീണ്ടെടുക്കാൻ ധനികരുടെ ഇടയിൽ സംസ്കരിക്കപ്പെടും എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു കല്ലറയൊന്നുമില്ല, അതും ദൈവനിശ്ചയമായിരുന്നു അല്ലേ. നമുക്കറിയാം, നിക്കോദേമോസൊക്കെ കൂടി കൊണ്ടുപോയി യേശുവിൻ്റെ സാപത്തായിരുന്നതുകൊണ്ട് ഒരുക്കത്തിൻ്റെ സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കല്ലറയിൽ ആരെയും ഇതുവരെ അടക്കാത്ത ആർക്കു വേണ്ടിയോ പണിതിട്ടിരുന്ന ഒരു ധനവാന്റെ കല്ലറയിൽ, അതും പ്രവചനമായിരുന്നു, അങ്ങനെ നിറവേറണമെന്നുള്ളതും ദൈവഹിതമായിരുന്നു. യെശയ്യാ 53 അതേക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക, 8-ാമത്തെ വചനം: ജനത്തിന്റെ പാപനിമിത്തമാണ് അവൻ, ജനത്തിന്റെ മനുഷ്യരുടെ പാപനിമിത്തമാണ് അവൻ
പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആരും കരുതിയില്ല. ആ തലമുറയിൽ ആരും കരുതിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈശോ മരിക്കുന്നതെന്ന്. അവന്റെ തന്നെ കുഴപ്പമാണെന്ന് പറഞ്ഞു. അവനെ ക്രൂശിക്കുക. അവൻ കള്ളസാക്ഷ്യം പറഞ്ഞു, അല്ലെ അവൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്തു, അവൻ ദൈവദൂഷണം പറഞ്ഞു. ഇതായിരുന്നു കുറ്റം, അല്ലേ? അപ്പൊ അവന്റെ പാപനിമിത്തമാണ് അവൻ മരിക്കുന്നതെന്നാണ് അനേകർ കരുതിയത്. പിന്നീടാണ് മനസ്സിലായത്, ദൈവം വചനത്തിന്റെ പൂർത്തീകരണം, മനുഷ്യവർഗം മുഴുവനും വേണ്ടി ദൈവം മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് യേശുവിന്റെ മരണം അല്ലെങ്കിൽ യേശുവിന്റെ ജീവിതം അവസാനിക്കാനിടയെന്ന്. ജനത്തിന്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആരും കരുതി. യെശയ്യാ 53:8. 9-ാമത്തെ വചനം പറയാണ്, അവനൊരു അതിക്രമവും ചെയ്തിട്ടില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല, എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. ദുഷ്ടരായ ധനികരുടെ ഇടയിൽ എന്ന് നമുക്ക് ചിന്തിക്കാം. ദുഷ്ടരുടെയും ധനികരുടെയും എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഈ ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, സുഖമായി കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ ഭംഗി കേൾക്കാറില്ല. നമ്മുടെ 4 തലമുറയ്ക്ക് വേണ്ടിയുള്ള സമ്പാദ്യം ഉണ്ടാക്കിയിട്ടാണ് അങ്ങേര് കടന്നു പോയതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അത് വലിയ കാര്യമൊന്നും അല്ല എന്നാണ് ഈശോയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കും. യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം ഈശോ തന്നെ പഠിപ്പിച്ച സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഞാൻ പറയും, നമ്മൾ ഇങ്ങനെയാണ് അറിയേണ്ടത്. നമുക്ക് അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിനുള്ള വകയുണ്ടെങ്കിൽ അത് മതി. നമ്മൾ ദൈവരാജ്യത്തിന്റെ വഴിയിലാണ്. സത്യമായിട്ടും അന്നേക്കുള്ളതാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ വഴിയിലാണ്. നാളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉറപ്പില്ല എങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ വഴി. നാളത്തെക്കുറിച്ച് ഇനി 4 തലമുറ വരെ ജീവിക്കാൻ മക്കൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ നരകത്തിന്റെ വഴിയിൽ തന്നെയാണ്. അത് സംശയമില്ല. കാരണം നമ്മൾ അനാവശ്യമായ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടത് നമ്മൾ കൂട്ടിവെച്ചിരിക്കുകയാണ്. ഇതായിരുന്നല്ലോ ഇന്നലെ ചിന്തിച്ചതുപോലെ സക്കേവൂസിന്റെ മനസാന്തരം വേറൊന്നും പറഞ്ഞില്ല. എൻ്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ദരിദ്രർ കൊടുക്കുന്നു, ബാക്കിയുള്ള എടുത്തിട്ട് ആരെങ്കിലും ഞാൻ തുക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കുന്നു. കാരണം എന്താ, എനിക്ക് സ്വർഗത്തിൽ പോകണം. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ആത്മാവിന് സ്വർഗത്തിൽ പോകണം. ഇത് വലിയൊരു മേഖലയാണ് പറയുള്ളവർ, അല്ലേ? നമ്മൾ പലപ്പോഴും ഞങ്ങളിങ്ങനെ പറയാം, കൂട്ടായ്മയിൽ ഇങ്ങനെ പറയാറുണ്ട്, എല്ലാവരും സംസാരിക്കുന്നവരാണ്. എന്നാൽ ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. നമ്മളെ വിചാരം നമ്മൾ ദൈവരാജ്യത്തിലൊക്കെ ആയിരിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ നാളത്തെയും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ വലിയൊരു ഡിപ്പോസിറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിലല്ല, നമ്മൾ ഈശോയുടെ വഴിയിലാണ്. സന്തോഷിക്കണം. ഇന്നത്തെ കാര്യങ്ങൾ എന്ന് നടക്കുന്നുള്ളൂ, നാളത്തേക്കുള്ളത് നമുക്ക് വലിയ ഉറപ്പില്ലെങ്കിൽ അന്നേക്ക് വേണ്ടിയുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നാണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ദൈവരാജ്യത്തിലാണെങ്കിൽ അതേ നമുക്ക് തരുള്ളൂ. ദൈവരാജ്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണെങ്കിൽ നമുക്ക് അന്നേക്ക് വേണ്ടെന്നുള്ളതേ കിട്ടുള്ളൂ. അങ്ങനെ കരുതിയാൽ മതി. ഒരു രക്ഷയില്ല. എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലേ? നമ്മൾ പറയും ഇതുകൊണ്ട് എല്ലാവരും കൂടെ പുള്ളിയെ കബളിപ്പിച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കാൻ പറഞ്ഞു. പുള്ളിക്ക് നല്ല ദൈവരാജ്യത്തിന്റെ വഴിയിലായതുകൊണ്ട് അന്നന്ന് വേണ്ടുന്ന ആഹാരം മാത്രം നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണം. അതിൽ സന്തോഷിക്കണം പ്രിയമുള്ളവരെ. അപ്പോൾ ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ചിന്ത എന്താണെന്ന് വെച്ചാൽ, യേശുവിന്റെ മരണത്തിന് ഉത്ഥാനം സ്വർഗാരോഹണം പെന്തക്കോസ്തായ്ക്ക് ശേഷം ആദിമസഭ വളരെ പീഡനമേറ്റ ഒരു സംരക്ഷണമില്ല. സംരക്ഷണം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. സങ്കീർത്തനം 91 പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ കഴിയുന്നവന് സംരക്ഷണം സൈന്യങ്ങളൊന്നുമല്ല, പട്ടാളവുമല്ല, പോലീസുമല്ല, ദൈവദൂതന്മാരാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ അറിയണം, ദൈവരാജ്യത്തിലുള്ളവർക്ക് സംരക്ഷണം നൽകുന്നത് ദൈവദൂതന്മാരാണ്. ഈ ലോകത്തിലെ പോലീസ് പട്ടാളമൊന്നുമില്ല. കാരണം എന്ത് വേണ്ട, ഞാനത് പറയുമ്പോൾ വേറെ ചിന്തിക്കരുത് കേട്ടോ. നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ സെക്യൂരിറ്റിയും പോലീസും പട്ടാളമൊക്കെ ഉണ്ട്, ഈ ലോകത്തിൽ അതൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ. അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. ദൈവദൂതന്മാരാണ് ദൈവമക്കളെ സംരക്ഷിക്കുന്നത്.
നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയാണ് അറിയേണ്ടത്, ദൈവത്തിന്റെ സേവ ചെയ്യുന്നവരാണ് ദൈവദൂതന്മാർ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമക്കളാണെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ ദൈവദൂതന്മാർ നമുക്ക് സേവ ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുള്ളത് കൊണ്ടല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ വഴിയെ കൂടെ നടന്ന ഒരാള് രാഷ്ട്രീയക്കാരൻ പെട്ടെന്ന് മന്ത്രിയായി കഴിയുമ്പോൾ എന്തൊരു മാറ്റമാണ്. ആരും പേടിച്ച് നടന്നവന് പിന്നെ മന്ത്രിയായി കഴിയുമ്പോൾ എന്ത് വണ്ടിയും എന്ത് കാറും എന്ത് പോലീസുമാണ് ചീറിപ്പാഞ്ഞ് ആ സൈറനും ബഹളമൊക്കെ അടിച്ച് എത്ര അല്ലേ. അമേരിക്കൻ പ്രസിഡന്റ്, നമ്മൾ താമസിക്കുന്നത് വെസ്റ്റ് പാം ബീച്ചിലാണ് ഇവിടെ. അപ്പോൾ മിക്കവാറും ഞങ്ങൾ പല ട്രാഫിക് ഉണ്ടെങ്കിൽ മോള് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ പറയും, കോളേജിൽ പോകുന്ന വഴിക്കറിയാം, അപ്പം ഇന്ന് ട്രംപ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ട്രാഫിക്കാണ്. കാരണം ചില പ്രത്യേക റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട്, ട്രംപിൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട്, ഒരു ഐലൻഡാണ് ഇപ്പോൾ അവിടെ മോളുടെ കോളേജ് ഒരു ഐലൻഡിലാണ്, അവിടെ മൻഹാട്ടൻ അല്ലെങ്കിൽ വെസ്റ്റ് പാം ബീച്ചിലുണ്ട്. അപ്പോൾ ആ ഒരു പഴയ കോളേജ്, നല്ല കോളേജ്, ക്രിസ്ത്യൻ കോളേജാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഉണ്ടാകുന്ന 2-3 വഴികളുള്ള ആപ്പാടെ ഐലൻഡ് ആയതുകൊണ്ട് പാലം പോലെ. അതിൽ പ്രധാന ട്രംപിൻ്റെ അടുത്തോട്ട് പോകുന്ന ഒരു വഴി അത് അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം അങ്ങോട്ട് വരുന്ന മറ്റേ 2 പാലയിലുണ്ട്. അപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്. എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. മനുഷ്യർക്കൊക്കെ അതൊക്കെ സംരക്ഷണമൊക്കെ ആവശ്യമായിരിക്കാം. പക്ഷെ ഞാനീ പറഞ്ഞു വന്നത്, നമുക്ക് ദൈവ മക്കൾക്ക് ദൈവ ദൂതന്മാർ കാവൽ നിൽക്കും. ഈ ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത സംരക്ഷണമാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു പത്രോസിനെയും അല്ലെ കാരാഗ്രഹത്തിൽ നിന്ന് അപ്പസ്തോലന്മാരെയൊക്കെ ദൂതന്മാർ ഇറക്കി വിടുന്നൊക്കെ. അതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അതൊക്കെ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. ഈശോ തന്നെ പറഞ്ഞത് എന്താ, എന്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിലെ രാഷ്ട്രീയമൊന്നുമല്ല, എൻ്റെ രാജ്യത്തിൻ്റെതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സഭ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ചില നല്ല ദൈവികതയുള്ള മെത്രാന്മാരൊക്കെ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ഈ ലോകത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ സഭ രാഷ്ട്രീയത്തിലേക്ക് പോയ കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആഗോള സഭയൊക്കെ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്, ഒന്നും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ഞാൻ പറയും, യഥാർത്ഥമായി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അതായത് ഒരു ക്രിസ്ത്യാനിയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ്, അതായത് കഷ്ടതയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം പറയും. അതുകൊണ്ട് തന്നെയാണ് ജെറമ്യ സഹനം ജെറമ്യ ഒരു പ്രവാചകനായിരുന്നു. ജെറമ്യായെ ചാണകക്കുഴിയിൽ പലപ്പോഴും മുക്കി വെച്ചു. ചാണകക്കുഴിയിൽ കഴുത്തോളം ചാണകക്കുഴിയല്ല, കക്കൂസിൻ്റെ കുഴി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പറയാം, ചില മടികളുണ്ട് അങ്ങനെ പറയാൻ. ജെറമ്യായെ കക്കൂസ് കുഴി അല്ലെങ്കിൽ അത്രയും വൃത്തികെട്ട കുഴിയിലേക്ക് ഇറക്കി കഴുത്തിന്റെ അവിടെ വരെ താത്തു വെച്ച് പലപ്പോഴും ദൈവരാജ്യത്തിന് വേണ്ടി പ്രസംഗിച്ചതുകൊണ്ട് ആ ജെറമ്യ എഴുതി വെച്ചാണ്. വിലാപങ്ങളും ജെറമ്യ എഴുതുന്നതാണ് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, ജെറമ്യ 3:19, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്, അതിനെപ്പറ്റി ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കും, അത് എനിക്ക് പ്രത്യാശ നൽകുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, എൻ്റെ ഷെയറേ. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലേ, എനിക്കല്ലേ കേട്ടോ, ഞാൻ ഷെയർ ഒന്നും എടുത്തിട്ടില്ല. കർത്താവാണ് എൻ്റെ ഷെയർ. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവിലാണെന്ന്. നിങ്ങൾക്ക് പറയുമ്പോൾ ലോകം പറയും ഇതെല്ലാം വിഡിത്തമാണ് പുള്ളി വിളിച്ചു പറയുന്നതെല്ലാം. പക്ഷെ ഇതാണ് വചനം, ഇതാണ് ഈശോ ജീവിച്ച വഴി. കർത്താവാണ് എൻ്റെ ഷെയർ, കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. വളർന്നു വരുമ്പോൾ ചെറുപ്രായത്തിലൊക്കെ ഇച്ചിരി സഹനമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്, ദൈവത്തെ അറിയാൻ. ഒരു യുവാവ് എങ്ങനെ ദൈവത്തിൻ്റെ വഴിയിൽ വരും, സങ്കീർത്തനം 119:11 നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. യുവാവ് എങ്ങനെ കർത്താവിൻ്റെ മാർഗം അറിയും? ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ടാണ് ഒരു യുവാവ് ചെറുപ്പം മുതൽ ദൈവത്തെ അറിയേണ്ടത്. സങ്കീർത്തനം 119:9 യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്
പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാ കൽപ്പനയും ലംഘിക്കേണ്ടി വരും. പണം ഉണ്ടാക്കി ആ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ സകല കൽപ്പനയും 10 അല്ല 613 യഹൂദരുടെ 613 കൽപ്പന എല്ലാം തെറ്റിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ സുഭാഷിതങ്ങൾ സോളമൻ എഴുതിയല്ലേ സുഭാഷിതങ്ങൾ. സോളമൻ ഏറ്റവും വലിയ ധനവാനായിരുന്നു. പക്ഷെ പിന്നീട് അത് വിനയായി തീർന്നു, വലിയ വിനയായി തീർന്നു. ഇല്ലാത്ത പാവങ്ങളിൽ പുള്ളി ചെയ്യാത്ത പാവങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പുള്ളി പോകേണ്ടി വന്നു. അപ്പോൾ ദൈവിക ജ്ഞാനത്തിൽ സോളമൻ എഴുതി വെച്ചതാണ് 2 സോളമൻ സുഭാഷിതങ്ങൾ 30:7 ഇങ്ങനെ പറയാണ്, ദൈവമേ 2 കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, മരണം വരെ എനിക്കവ നിഷേധിക്കരുതേ. ഒന്നിതാണ് അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി. എന്താണ് നുണ പറയുന്ന പാടില്ല. നുണ എന്ത് പറഞ്ഞാലും കള്ളവേ പറയത്തുള്ളൂ. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി കള്ളമല്ലാതെ പറയില്ല. പിശാച് കൊണ്ട് ഇട്ടിരിക്കുന്ന കെണിയാണ്, കുരുക്കാണ്. മരണം വരെ അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഒന്നും അറിയാം, കേട്ടാ അതിശയം തോന്നും. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം തരണമെന്ന് ഈശോ പറഞ്ഞതാ ഉദ്ദേശിച്ചത്. ദാരിദ്ര്യമോ സമൃദ്ധിയോ, അതായത് സമ്പൽ സമൃദ്ധിയോ അല്ലെ എന്നെ ധനവാനാക്കരുതേ, എന്നെ ദരിദ്രനുമാക്കരുതേ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ പറ്റും, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട്. സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. ഇത് പറയാണ്, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ, ആവശ്യത്തിന് ആഹാരം തന്നെ എന്നെ പോറ്റണമേ. ആവശ്യത്തിന് വിശക്കുമ്പോൾ വിശപ്പടക്കാനുള്ള ആഹാരം തന്നെ എന്നെ പോറ്റണമേ. ഇത് ദൈവവചനമാണ് കേട്ടോ, ദൈവത്തിൻ്റെ വചനമാണ്, ലോകത്തിൻ്റെ അല്ല. ദൈവത്തിൻ്റെ വഴിയാണ്. നമ്മൾ നിത്യതവരെയും അല്ല, നിത്യതയിൽ എത്താൻ വഴിയാണ്. യേശുവിൻ്റെ അപ്പസ്തോലന്മാർ യേശു നടന്ന വഴിയാണ്, മാതാവ് നടന്ന വഴിയാണ്. ഞാൻ പറയാണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് മാതാവിനോട് ചോദിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് മാതാവിനോട് ചോദിക്കുന്നത്. മാതാവ് ദാരിദ്ര്യം, അന്നന്ന് വേണ്ടുന്ന ആഹാരം. ഏലിയാട് കാലത്തൊരു വിധവയെക്കുറിച്ച്, അതൊക്കെ മാതാവിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ്. വിധവയും മകനും ഈശോയും മാതാവൊക്കെയാണ്. ഞാൻ പറയും പലപ്പോഴും ഒന്നുമില്ലായിരുന്നു ദാരിദ്ര്യം, അവിടെ ദൈവം പോറ്റിയെന്ന് പറഞ്ഞു. അന്ന് കുഴപ്പമില്ലാതെ ദാരിദ്ര്യത്തിൻ്റെ ഇടയിലൊക്കെ ദൈവം പോറ്റിയ അനുഭവമുണ്ട്. ആവശ്യത്തിന് ആഹാരം തന്നെ പോരണമേ. വീണ്ടും പറയാണ്, ഞാൻ സമൃദ്ധിയിൽ, അതായത് സമ്പന്നനായി അങ്ങയെ അവഗണിക്കുകയും. സമ്പന്നനെന്ന് പറയാൻ ആരും പേടിക്കണ്ടല്ലേ. ദൈവം സമ്പത്തുള്ള പിന്നെ എന്നാ പേടിക്കാനല്ലേ. എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സമ്പത്തിൽ എന്തെല്ലാം കാര്യങ്ങളല്ലേ ലോകത്ത് നടക്കുന്ന നോക്കണം. മഹാവിഡ്ഢിത്തമാണ്. ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ എന്താണ് ദൈവത്തെ മറക്കുക, യാതൊരു സംശയമില്ല. ടോട്ടലി മറക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാം ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ്. ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. കർത്താവ് ആരെന്ന് പലർക്കും, ഞാൻ ആരെയും കുറ്റം, ചിലപ്പോൾ നമുക്ക് മനസ്സിൽ വിഷമം തോന്നി. ചിലർക്ക് വലിയ പ്രശസ്ത ആൾക്കാർക്ക് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ദൈവം ഉണ്ടോ, ദൈവം ഇങ്ങനെയൊക്കെ പ്രശസ്തരായിട്ട് പലരും, നമുക്ക് ഇഷ്ടപ്പെട്ട പലരുമൊക്കെ അങ്ങനെ പറയുന്നതൊക്കെ വലിയ വിഷമം തോന്നിയിട്ടുണ്ട്. ദൈവം ആര്, അവനെ കൊണ്ട് നീ ഉണ്ടോ, ദൈവം ഉണ്ടോ, ആർക്കറിയാം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയും ചെയ്തേക്കാം. വീണ്ടും ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. ദരിദ്രനാണെങ്കിൽ പോലും മോഷണം പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാരിദ്ര്യത്തെ പോലും മോഷ്ടിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നന്ന് വേണ്ടുന്ന ആഹാരം തന്ന് പരിപാലിക്കണമെന്ന്. അതുകൊണ്ട് പ്രിയമുള്ള നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഉത്ഥാനത്തിൻ്റെ ഈ ആഴ്ചയിലൂടെ മാർപ്പാപ്പായുടെ തെരഞ്ഞെടുപ്പ്, അപ്പോൾ സഭ ദാരിദ്ര്യത്തെ പുൽകേണ്ട ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. അതുമാത്രം പിശാചിനെ ജയിക്കാനുള്ള വഴിയാണ്. ഇന്ന് ആഗോള സഭയിലെ ഒന്നാമത്തെ വായന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 6-ാമത്തെ അധ്യായം, സെയിന്റ് സ്റ്റീഫൻ അല്ലേ, സെയിന്റ് സ്റ്റീഫൻ. നമുക്ക് പലർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെയിനാണ് സെയിന്റ് സ്റ്റീഫൻ. എസ്തപ്പാനോസ് അല്ലെ, സ്തേഫാനോസ്. അദ്ദേഹത്തെ പറയുന്നത്, അദ്ദേഹം കർത്താവിൻ്റെ വളരെ അപ്പസ്തോലനല്ല, ഒരു ശിഷ്യനായിരുന്നു. യേശുവിൻ്റെ മരണശേഷം പന്തക്കുസ്തായ്ക്ക് ശേഷം കർത്താവിനെ അറിഞ്ഞ ഒരു ചെറുപ്പക്കാരനായിരുന്നു സ്തേഫാനോസ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-8. സ്തേഫാനോസ് കൃപാവരവും ദൈവകൃപയും ശക്തിയും കൊണ്ട് നിറഞ്ഞ്
പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. ദൈവത്തിന് യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അവനോട് അസൂയ തോന്നി. ഈ സമ്പത്തുള്ള അല്ലെ അന്നത്തെ നേതൃത്വം അവർ കാശിന് വേണ്ടിയാണ്. പള്ളിക്കകത്ത് നമുക്കറിയാം, ഈശോയുടെ കാലത്ത് പള്ളിക്കകത്ത് കച്ചവടമൊക്കെ അതെല്ലാം യേശു മേശ തട്ടിമറിക്കുന്നതും നാണയങ്ങൾ വലിച്ചെറിയുന്നതും ആടുമാടുകളെ വിൽക്കുന്നവരെയൊക്കെ അടിച്ചു പുറത്താക്കുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ ഇത് പ്രാർത്ഥനയുടെ ആലയമാണ്. ഇത് സമ്പത്തിട്ട് ഉണ്ടാക്കാനുള്ള സ്ഥലമൊന്നും അല്ല പള്ളി, പണം ഉണ്ടാക്കാനുള്ള സ്ഥലമൊന്നും അല്ലേ പള്ളി എന്ന ഈശോ അന്ന് പറഞ്ഞു. നമ്മളിന്നും അത് തന്നെയാണ്, മാറ്റമില്ല. പക്ഷേ അതുകൊണ്ടാണ് നമുക്കിന്ന് പ്രശ്നങ്ങൾ മുഴുവനും. യേശു ഇന്ന് ശരീരത്തിലുണ്ടായിരുന്നെങ്കിൽ ഇന്നും എല്ലാ പള്ളിക്കകത്തും എല്ലാം അടിച്ച് പറിച്ച് എല്ലാം നിരപ്പാക്കിയനെയും അത് സംശയമില്ല. ഞാനിത് പറയുന്നത് ആത്മീയമായിട്ടാണ് പറയുന്നത്. നമ്മളിന്ന് പരാജയപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. നമ്മളിന്ന് ആശ്രയിക്കുന്നത് ഈ ലോകത്തിൻ്റെ സമ്പത്തിലും പ്രൗഢിയിലൊക്കെയാണ്. അപ്പോൾ യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ ഈ ജനപ്രമാണികളുടെ നേതാക്കന്മാർ ഇങ്ങനെ പണത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന അന്നത്തെ യഹൂദ പ്രമാണികളുടെ നേരെ മുഖത്ത് നോക്കി ഈ സ്തെഫാനോസ് യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞപ്പോൾ അവർക്ക് അവനെ കൊല്ലണം, ഇവനെ ശരിയാക്കണം, ഇവനെ വെറുതെ വിട്ടാൽ ശരിയാകത്തില്ല. എന്താ അവർ ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. കള്ളസാക്ഷികൾ എഴുന്നേറ്റു എന്ന് പറഞ്ഞ് ഇവൻ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനും എതിരെ സംസാരിക്കുന്നില്ല, ഒരിക്കലും വിരമിക്കുന്നില്ല. നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും, ഇത് ഞാൻ പറഞ്ഞു തന്നെ, ദേവാലയത്തിൽ ഈ സ്ഥലം നശിപ്പിക്കും. കാരണം ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകർന്നു പോകുന്ന ഈശോ തന്നെ പ്രവചിച്ചതാണ്. യേശു ആയിരുന്നപ്പോൾ പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം. സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ, മോശ നൽകിയത് അത് ശരിക്കും ഇവരുടെ പല കൽപ്പനകളും യേശു പറഞ്ഞില്ല, ഇത് ദൈവം തന്നല്ല, ഇത് മോശ തന്നതാണ്. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അതായത് വിവാഹമോചനം, ഡിവോഴ്സ്, അത് ദൈവം നൽകിയൊന്നുമല്ല. നിങ്ങളുടെ തോന്നിവാസം മൂലം മടുത്തിട്ട് മോശ അനുവദിച്ചതാണ് ഡിവോഴ്സ് എന്നാണ് പറയുന്നത്. ഈശോ പോലും പറഞ്ഞിട്ടുണ്ട്. മോശ നൽകിയതാണ്. ഇവർക്കതൊന്നും പറ്റില്ല. മോശ നൽകിയിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവന് യേശുവിനെ കുറിച്ച് പറഞ്ഞ് പ്രസംഗിക്കുകയാണ് ഈ സ്തെഫാനോസ്. ഇവൻ പ്രസ്താവിക്കുന്നു, ഞങ്ങൾ കേട്ടു, സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി, അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു. ദൈവ സാന്നിധ്യം നമുക്ക് പിന്നീട് പാട്ട് വായിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും ദൈവസിംഹാസന വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും അവനെ അവർ കല്ലെറിഞ്ഞു കൊന്നു. ഇതൊരു മേഖല കേട്ടോ. നമ്മൾ യേശുവിനെ അറിയുമ്പോൾ ഈ ലോകത്തിലെ ജീവിതമല്ല, നിത്യതയാണ്. യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചപ്പോൾ നമ്മൾ അനേകം രക്തസാക്ഷികൾ എന്ന് കേട്ടില്ലേ? വലിയ സഭയിൽ ഉയർത്തിയ രക്തസാക്ഷികളും വിശുദ്ധരും. കാരണം ഈ ഭൂമിയിൽ കർത്താവിന് സാക്ഷി നൽകുന്നതിന് അവർക്കൊരു പേടിയില്ലായിരുന്നു. ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് സാക്ഷി അവർ പെട്ടെന്ന് മരിച്ചു. അവരെ ദൂതന്മാര് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അല്ലേ. നമ്മൾ ഈ ധനവാനി ലാസറിന്റെ സംഭവത്തിൽ പാവപ്പെട്ടവനായ ലാസർ, അവന്റെ ശരീരം നായ്ക്കൾ നക്കിക്കൊണ്ടിരുന്നു. വ്രണം അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പക്ഷേ നായ്ക്കൾ തിന്നു അവന്റെ ശരീരം ബാക്കിയൊന്നും അടക്കാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവന്റെ ആത്മാവിനെ ദൂതന്മാർ ഉയർത്തിക്കൊണ്ടുപോയി അബ്രാഹത്തിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഘോഷയാത്രയില്ല. എന്നാൽ ധനവാൻ മരിച്ചപ്പോൾ വലിയൊരു അടക്ക് കിട്ടിയെന്ന് പറഞ്ഞു നരകത്തിലേക്ക് കൊണ്ട്. ഞാനിത് പറയുന്നത് വേറെ രീതിയല്ല, നമ്മൾ മനസ്സിലാക്കണം ചില കാര്യങ്ങളൊക്കെ യേശുവിന്റെ കാഴ്ചയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മളിന്ന് യേശു ഇന്ന് ജീവന്റെ അപ്പത്തെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനമാണെന്ന് സുവിശേഷത്തിൽ യോഹന്നാൻ 6-ാമത്തെ അധ്യായത്തില്. യോഹന്നാൻ 6 ആദ്യം 2 അത്ഭുതങ്ങളാണ് യേശുവോട് പ്രവർത്തിച്ചത്. യേശു വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കാൻ ആദ്യം 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി എന്ന് പറയുമ്പോൾ ഒരപ്പം യേശുവിനെ തന്നെ മുറിച്ച് ലോകം മുഴുവനുമുള്ള മനുഷ്യവർഗത്തിന്റെ ആത്മാവിന് വേണ്ടിയിട്ട് യേശു തന്നെ വിഭജിച്ച ലോകം മുഴുവനുമുള്ള 800 കോടി ജനത്തിനു വേണ്ടി യേശു തന്നെ മുറിച്ചു നൽകും. അതിനുള്ള കഴിവുള്ളവനാണ് ഈശോ. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയത് ആ ഒരു സംഭവം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ. അവൻ തന്നെ ലോകത്തെ മുഴുവനും രക്ഷിക്കാൻ, ലോകത്തിന്റെ ആത്മാവിന്റെ വിശപ്പടക്കാൻ തന്നെ മുറിച്ച്, ശരീരം കീറി മുറിച്ച് നൽകിയവനാണ്. 2ാമത്തെ അത്ഭുതം വെള്ളത്തിന് മുതൽ നടക്കുന്നു അല്ലേ. വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി. പിന്നെ ഒരപ്പം, ഒരു കുർബാന
ലോകമെമ്പാടും പല ബലി അർപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു യേശുവിനാണ്. യേശുവിനെ ലോകത്തിന് മുഴുവനും വീതിച്ച് നൽകുകയാണ്. എല്ലാ വിശുദ്ധ കുർബാനയിലും യേശു ആ ചെറിയ ദിവ്യകാരുണ്യത്തിൻ്റെ നമ്മൾ കണ്ടോ, അഥവാ താഴെങ്ങൾ വീഴുവാണെങ്കിൽ എത്ര ശ്രദ്ധയോടെയാണ് പുരോഹിതൻ അല്ലെ ഡീക്കൻ അത് ശ്രദ്ധയോടെ അത് താഴെ വീണൊരു പൊടി പോലും തോന്നും. കാരണം അത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സാന്നിധ്യമാണ്. കുർബാന കൂദാശയിൽ യേശു ജീവിക്കുകയാണ്. മാത്രം അതാണ് ഈ 5,000 പേർ വർദ്ധിപ്പിച്ചു കൊടുത്തത്. മനസ്സിലാക്കാൻ വേണ്ടി ഒരു അത്ഭുതമായിരുന്നു. രണ്ടാമത്തെ അത്ഭുതം വെള്ളത്തിൻ്റെ മേൽ നടക്കുന്നു. അത് ഫിസിക്സിനെ കുറിച്ച് പഠിപ്പിക്കുക. അതായത് നമുക്കറിയാം, അതായത് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ സാധാരണ ഒരു മനുഷ്യൻ നടക്കാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ കാണുമ്പോൾ ഒരു അപ്പമായിട്ടാണ് ഇരിക്കുന്നത്. ഫിസിക്കലായിട്ട് അപ്പം തന്നെയാണ്. പക്ഷേ ആത്മീയമായിട്ട് ട്രാൻസ്സബ്സ്റ്റൻഷിയേഷൻ, ആ ആത്മീയമായിട്ട് അപ്പവും ആ വീഞ്ഞും യേശുവിൻ്റെ ശരീരമായിട്ട് ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് മാറുകയാണ്. യേശു ശരീരത്തില് നല്ല ഭാരമില്ല ശരീരത്തിന്. യേശുവിൻ്റെ ശരീരത്തിന് മാംസമുള്ള ശരീരം എന്തിനും വെള്ളത്തിന് മുകളിൽ താന്നു പോയില്ല. സാധാരണ നമ്മളൊക്കെ കാണുന്ന വെള്ളത്തിൽ താന്നു പോകും. വെള്ളത്തിന് മുകളിൽ നടക്കാൻ പറ്റുമോ? കാരണം എന്താ? ഫിസിക്സ്. വെള്ളത്തിന് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് വെള്ളത്തിൻ്റെ ബോഡിയേക്കാളിലും കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ വെയിറ്റ് വെള്ളത്തിൻ്റെ ബോഡിയേക്കാളും കൂടുതലായതുകൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് താന്നു പോകുന്നു. അതങ്ങനെയാണല്ലോ. സ്പെസിഫിക് ഗ്രാവിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അറിയാം. എന്നാൽ യേശുവിൻ്റെ ശരീരം നല്ല ഭാരമുണ്ടായിരുന്നിട്ട് 30 വയസ്സുണ്ട്, എന്നിട്ടും വെള്ളത്തിന് മുകളിൽ കൊണ്ട് നമ്മൾ താന്നു പോയില്ല. അതിന് യേശു വല്ല മാജിക്കും പ്രവർത്തിച്ചാൽ നമുക്ക് ചിന്തിച്ചേക്കാം. അതുകൊണ്ടാണ് യേശു പത്രോസ്, എടാ നീ നടക്കാൻ പോകും, കാണട്ടെ, ലോകം കാണട്ടെ, നീ പത്രോസല്ലേ, നീ പാപിയാണെന്ന് വിളിച്ചു പറഞ്ഞ പത്രോസല്ലേ, ഞാനും നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പോരാൻ പറഞ്ഞു. പത്രോസിനെ യേശു വിളിച്ചപ്പോൾ പത്രോസും വെള്ളത്തിൻ്റെ മുകളിലാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ഇത് അപ്പം എടുത്തുകൊണ്ട് തന്നെ ശരീരമാകുന്നെന്ന് പറയുമ്പോൾ കണ്ടാൽ അപ്പം രുചിയാണ്, അപ്പം കണ്ടാൽ രുചിയാൽ വീഞ്ഞാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മീയ ശരീരമായിട്ട് മാറിയതാണ്. ഫിസിക്സിനും കെമിസ്ട്രിക്കും സുവോളജിക്കും ബോട്ടണിക്കും ഒക്കെ അപ്പുറമാണ് ഈശോ. അതുകൊണ്ട് ശാസ്ത്രപരമായിട്ട് ഒരിക്കലും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. മനുഷ്യർ പറയുന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാം. ദൈവം അതിനും അപ്രകാരം ദൈവമാണ്, യേശുവാണ് ഈ ശാസ്ത്രമൊക്കെ സൃഷ്ടിച്ചത് തന്നെ. അപ്പം അതുകൊണ്ട് ഈ വെള്ളത്തിന് മുകളിൽ നടക്കുന്നത് കുർബാനയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അത്ഭുതമാണ്. എന്നിട്ടാണ് ഈശോ ഇന്ന് അവർ 5 അപ്പം അവരുടെ വിചാരം ഇവനെപ്പോഴും ഇവൻ്റെ കൂടെ നടന്നാൽ മതി, പണിക്കൊന്നും പോകണ്ട, ചെല്ലങ്ങനെയുണ്ട്, ഒരു പണിക്കും പോകേണ്ട ആവശ്യമില്ല, ചുമ്മാ തിന്നോണ്ടിരുന്നാൽ മതി, എങ്ങനെയും എവിടുന്ന് ആരുടെയും കാശൊക്കെ മേടിച്ചോണ്ട് തിന്നോണ്ടിരുന്നാൽ മതി, അവർക്ക് അധ്വാനിക്കാൻ ഒരു താല്പര്യമില്ല. അങ്ങനെ ഒരേ പേര് ലോകത്തിലുണ്ട്. ഈ ജനം അങ്ങനെയായിരുന്നു. ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇവരിങ്ങനെ ഓടി നടക്കുകയാണ്. എവിടെ അപ്പം കിട്ടാനുള്ള യേശു ഉണ്ട്, അവൻ്റെ കൂടെ വന്നാൽ അപ്പം കിട്ടും. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ വയർ നിറച്ച് കഴിക്കുക. അതുകൊണ്ട് ഇവർ യേശുവിനെ തേടി നടക്കുകയാണ്. യേശു ഇവരറിയാതെ വേറൊരു സ്ഥലത്തേക്ക് പോയി. യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതികരിച്ചു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ യേശു ദൈവത്തിൽ നിന്ന് വന്ന ദൈവപുത്രനാണ്, ക്രിസ്തു ആണെന്നുള്ള അടയാളമല്ല. നിങ്ങൾ വെറും ഭൗതികമായ അപ്പം, നിങ്ങൾക്ക് കാശ് വേണം, നിങ്ങൾക്ക് പണം വേണം, നിങ്ങൾക്ക് 4 നേരം എൻ്റെ കുടുംബത്തിന് ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ്. അധ്വാനിക്കാൻ നമുക്ക് യാതൊരു താല്പര്യമില്ല. നമുക്ക് അത് പോയി. അപ്പം ഇവരങ്ങനെയുള്ളൊരു ജനമാണ്. ഇന്ന് യേശു പറയാണ്, നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ഇന്ന് നമ്മൾ പൗലോസ്ലീഹ പറഞ്ഞു, 1 കൊരിന്തോസ് 15 ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ അല്ലേ, നമ്മുടെ മാതാവിൽ പ്രത്യാശ വയ്ക്കുന്ന ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ എന്ന് ചിന്തിച്ചു നോക്കി. യഥാർത്ഥത്തിൽ അനേകർ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് മാതാവ്. 1 കൊരിന്തോസ് 15:10 ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ദൈവത്തെ അറിയാത്ത മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. ലോകത്തിന്റെ ഒക്കെ കിട്ടും, സ്വർഗത്തിൽ പോകണമെന്നില്ല. അത് പറഞ്ഞുള്ളവരെ ഈശോ കൊണ്ട് ഇവരോട് പറയാണ്, നിങ്ങൾ എന്നെ അന്വേഷിച്ച് എന്തിനാ? നിങ്ങൾക്ക് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് അപ്പം കിട്ടണം, അതിനല്ലേ എൻ്റെ പുറകെ നടക്കുന്നത്. ഈശോ പറയാണ്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ സ്വർഗത്തിൽ പോകാനുള്ള ആ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കും. എന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേലെ അംഗീകാരം ഉത്തരവിച്ചു. എന്നാണ് യേശു പറഞ്ഞു, അതല്ലേ പറഞ്ഞു യോഹന്നാൻ 14, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ എന്നെ നിങ്ങൾ ഭക്ഷിക്കണം. യോഹന്നാൻ 6 പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും, ചുമ്മാ പറഞ്ഞൊന്നുമല്ല,
അതാണ് വിശുദ്ധ കുർബാന. ഈശോ കൂദാശയായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കില്ല. ആത്മാവിന്റെ ജീവനാണ്, ശരീരത്തിന്റെ അല്ല. വിശുദ്ധ കുർബാന നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മുടെ ആത്മാവ് കൂദാശയായി മാറിയ യേശു, അവന്റെ ശരീരവും രക്തം എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ട് നമ്മൾ അവനെ അപ്പവും, അല്ലേ, ആ അപ്പവും എന്താ ചെറിയ കഷ്ണം അപ്പം വേറെ നിറയാനൊന്നുമില്ല, പക്ഷെ നമ്മുടെ ആത്മാവ് നിറയാണ്, ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയാണ്. നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കും. എന്നിട്ട് പറഞ്ഞു, ഇതാണ് സ്വർഗത്തിൽ നിറയുന്ന ശരീരം. അന്ന് മോശ മരുഭൂമിയിൽ മന്ന കൊടുത്തപ്പോൾ ഇപ്പോൾ സഭയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ബലിവേദിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ മന്നയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. അത് ഞാൻ തന്നെയാണ്. ഈശോ പറയാണ്, ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ജീവൻ നൽകുന്നത്, നിങ്ങൾ എന്നെയാണ് ഭക്ഷിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവായി ഞാൻ ഉണ്ടായിരിക്കണം, നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമായിട്ട്. വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് ഭോജനം ആത്മാവിന്റെ ശക്തിയായി നിത്യതയിലേക്ക് മരിക്കുന്നതിന് മുമ്പ് അന്ത്യകൂദാശല്ലേ കുർബാന കൊടുക്കാനായിട്ട് വൈദികന് മരിക്കാറായി കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ആത്മാവിന്റെ ഭക്ഷണം കൊടുത്ത് നിത്യതയിലേക്കുള്ള പെസഹ രാത്രിയിൽ ഭക്ഷണം കഴിച്ചവർ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടതുപോലെ ഈ ഭൂമിയിൽ നിന്നും മരിക്കുന്നതിന് മുമ്പായിട്ട് നിത്യതയിലേക്ക് പോകാനായിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കുമ്പസാര വിശുദ്ധ കുർബാന നൽകി വിടുന്ന, മരിക്കുന്നതിന് മുമ്പുള്ള രോഗീ ലേപനം നമ്മൾ പറയുന്ന അന്ത്യകൂദാശ നമ്മുടെ ആത്മാവിന് ഭോജനമാണ്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.